എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തിനൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി തുപ്പമ്പടിയിലാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 2 മാസമായിട്ട് നമ്മുടെ മക്കൾക്ക് വേനലവധിയാണ്. അപ്പോൾ കുട്ടികൾ കിടന്ന് ആർമാദിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, എന്തിനെക്കുറിച്ചാവും എന്നറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സന്തോഷേട്ടാ, നമസ്കാരം. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് എന്താണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സന്തോഷേട്ടെന്ന് പറഞ്ഞേ. ഇത് ഞങ്ങളുടെ പഞ്ചവർണ്ണ ആർട്ട് ഹബ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ആർട്ട് സ്പേസ് ആണ് ആക്ച്വലി. ഈ വീട് മൊത്തം ആർട്ടാണല്ലോ. നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്നെ ഇൻട്രോയിൽ തന്നെ കുറെ ഗേറ്റിന്റെ അടുത്ത് കുറെ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. എല്ലാവരും ബാക്കി ചേട്ടത്തില പറയട്ടെ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഞാന് തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടക സംബന്ധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, അഭിനയം പഠിപ്പിക്കുന്ന പരിപാടി, അതിന്റെ മ്യൂസിക്, പിന്നെ അതിന്റെ രാഷ്ട്രീയം, ആശയങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ തിയേറ്റർ എന്ന മൊത്തത്തിലാണ് നാടകത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യണേ. അപ്പോ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി. 30 വർഷത്തോളമായി എറണാകുളം ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതില് അഭിനയം, സംവിധാനം, പിന്നെ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ തിയേറ്റർ മൊത്തത്തിൽ പറയണേ. അപ്പോ ഞാൻ അങ്ങനെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വൈഫ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ആണ്, പെയിന്ററാണ്. അപ്പോ ഞങ്ങള് കോളേജ് സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച ആൾക്കാരാണ്. അപ്പോ ഏതാണ്ട് ഒരേ തരത്തിലുള്ള ചിന്തകള്, ഒരേ തരത്തിലുള്ള ഒന്നെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നിന്ന്, സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു വൈബ് ഞങ്ങൾ രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ സമയം മുതൽ തന്നെ ഞങ്ങള് എങ്ങനെ കലാകാരന്മാരായിട്ട് ജീവിക്കാം, ആ ഒരു ഇതിലേക്ക് തന്നെ ആലോചിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. ഇതുവരെ ഒരു PSC പരീക്ഷ പോലും എഴുതിയിട്ടില്ല. അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ കയ്യിലൊരു കഴിവുണ്ടല്ലോ. ആ കഴിവ് വികസിപ്പിച്ചെടുത്ത് പല മേഖലകളിൽ ഇപ്പൊ പ്രവർത്തിച്ചു തുടങ്ങി. അതുകൊണ്ട് പിന്നെ അതിന്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല ഇവിടെ. അപ്പൊ ആ സമയം മുതലാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു, ഒരു ആർട്ട് സ്പേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു, ഒരുപാട് കലാകാരന്മാർക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാനും, അവരുടെ എന്താ പറയാ, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കാനും, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ആലോചനകൾ ഞങ്ങൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് ഞങ്ങള് മുന്നോട്ട് പോയി. ഞങ്ങള് പക്ഷെ ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ വർക്കുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ആർട്ട് വർക്കുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, വീടുകൾ ചെയ്യുന്നുണ്ട്, റിസോർട്ടുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇന്റീരിയർ ഡിസൈനേഴ്സ് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് കമേഴ്ഷ്യൽ സ്റ്റൈലിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ വരുമാന മാർഗം ആക്ച്വലി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊന്നും വരുള്ളൂ. കാരണം നമുക്ക് മുന്നോട്ട് വരാൻ എന്തായാലും കാശ് വേണമല്ലോ. അപ്പോ അത് ഒരു വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോ നാടകത്തിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വൈഫ് എന്റെ കൂടെ വർക്ക് ചെയ്യും, പെയിന്റിങ്ങിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് 24 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ കുട്ടികൾ വന്നു. കുട്ടികൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി ഞങ്ങൾ ചെറിയൊരു പ്രശ്നത്തിലായി. ഇവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നുള്ള സ്ഥലം വന്നു. ഞങ്ങൾ രണ്ടുപേരും MPhil കഴിഞ്ഞ ആൾക്കാരാണ്. MPhil കഴിഞ്ഞതാണ്. പിന്നീടുള്ളത് ഗവേഷണം നടത്തുക, PhD എടുക്കുക, എന്താ പറയാ, UGC എഴുതി അധ്യാപകരാകുക എന്നുള്ള സ്ഥലത്തേക്കാണ് അതിന്റെ സ്കോപ്പ് കിടക്കുന്നത്. പക്ഷേ അതെന്ന് പറയുന്നത് നമ്മൾ എത്ര നാളെ ഈ MPhil വരെയുള്ള ഞങ്ങളുടെ ഈ പഠന പ്രക്രിയ ഉണ്ടല്ലോ, വലിയ കാലഘട്ടം. ഈ കാലഘട്ടത്തില് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡെസ്പറേറ്റ് ആണ്. കാരണം ഞങ്ങള് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കല്ല ഈ പഠന സമ്പ്രദായങ്ങളൊന്നും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ വേറെന്തൊക്കെയോ പഠിക്കുന്നു, വേറെന്തൊക്കെയോ ആഗ്രഹിക്കുന്നു. ഇതിനൊന്നും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല നിൽക്കുന്നത്. ഇപ്പോഴും നിൽക്കുന്നത് പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ അതേ പാറ്റേണിലാണ് നിൽക്കുന്നത്. അതായത് കാളവണ്ടി ചക്രത്തില് പുതിയ കാറിന്റെ ബോഡി എടുത്ത് ഫിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഉരുളാൻ ഇപ്പോഴും പഴയ കാളവണ്ടി ചക്രത്തിൽ തന്നെയാണ്, മാറ്റങ്ങളില്ല. അപ്പൊ അത് വിട്ടിട്ട് എങ്ങനെ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഒട്ടും ആലോചിച്ചിട്ടില്ല. വേറെ തരത്തില് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
സത്യത്തിൽ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായില്ല, കുട്ടികളെ എന്താ പറയാ സ്കൂളിൽ വിടാതിരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. പക്ഷെ പിന്നീട് സ്കൂളിൽ പോയി കുട്ടികളും സ്കൂളിൽ പോയിട്ട് അതും ഈ പറഞ്ഞ പോലെ സെയിം ഒരു പാറ്റേണിൽ തന്നെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ശരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു പഠനത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും മാറുന്നത്. കുട്ടികളെ എങ്ങനെ അല്ലാതെ ഓൾട്ടർനേറ്റീവ് സ്കൂളിങ്ങിന്റെ രീതിയിലേക്ക് കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട് ഞങ്ങളുടെ. അതല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ പുറത്തൊന്നും പോയിട്ടില്ല. പക്ഷെ പുറത്തുള്ള മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുകയും അത് നമ്മൾ വായിക്കുകയും മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഹോം സ്കൂളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുമായിട്ട് നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുകയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഹോം സ്കൂളിംഗ്, ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഹോം സ്കൂളിംഗ് എന്ന് പറയുന്ന രീതിയിലോ നമ്മുടെ കുട്ടികളെ എങ്ങനെ ആ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന നടക്കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ റിസർച്ച് നടക്കുന്നതിന്റെ ഇടയിലാണ് ഇത് മൊത്തം ടോട്ടൽ ഇത് നമ്മുടെ അടുത്തേക്ക് മാത്രം നിൽക്കാതെ ബാക്കിയുള്ള കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ഇല്ലാത്ത കാര്യമാണ്. അതേസമയത്ത് നമ്മള് അല്ലാതെ ഇപ്പൊ നമ്മള് ആർട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു മേഖലയിലുള്ള കുട്ടികൾ ആ മേഖലയല്ല, ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിയാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കോഗ്നിറ്റീവ് ലേണിംഗിന്റെ സമഗ്രമായ ഒരു പഠന പദ്ധതിയുടെ ഒരു ചെറിയ എലമെന്റ് നമുക്ക് ഈ കുട്ടികളുടെ ഇടയിലേക്ക് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു സാധനം നമ്മളങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു. അതിനനുസരിച്ചുള്ളൊരു ഷെഡ്യൂള് നമ്മളിങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സമ്മർ ക്യാമ്പ് നമ്മൾ ഇവിടെ നടത്തുന്നത്. വേറെ ഒരുപാട് വേനലവധി കളരി നമ്മളിവിടെ ചെയ്യുന്നത്. 3 ദിവസം ഒരു കളരി ഇവിടെ നടന്നു. കഴിഞ്ഞത് ഏപ്രിൽ 8, 9, 10 ആയിരുന്നു. ആ 8, 9, 10 ദിവസങ്ങളിൽ നമുക്കിവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു? 30 കുട്ടികളുണ്ടായിരുന്നു. 30 കുട്ടികളുണ്ടായിരുന്നു. ഈ 30 കുട്ടികള് ഓരോ ദിവസവും, അതായത് എന്താ പറയാ, ഭയങ്കര ആഘോഷമായിരുന്നു കുട്ടികൾക്ക്. സാധാരണ ഈ വീട്ടിൽ തന്നെ ഉള്ള സൗകര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഒരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ വേറൊരു എന്താ പറയാ ഒരു വർക്ക് ഏരിയയും കൂടി നമ്മൾ അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 സ്ഥലങ്ങളിലും പിന്നെ ഇവിടുത്തെ ഈ ബാക്കിയുള്ള ആംബിയൻസിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത് ഇത്രയും കുട്ടികളെ വെച്ചിട്ട്. അപ്പൊ അതിന് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രത്യേക ഷെഡ്യൂളിലാണ് പോണത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ കുട്ടികളുടെ ഒരു ടാലന്റ് എങ്ങനെ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അപ്പൊ ആ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഈ നമ്മുടെ ഈ വേനലവധി കളരി നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അതിനകത്ത് നമ്മൾ തിയേറ്റർ ഉണ്ട്, ആർട്ട് ഉണ്ട്, സ്കൾപ്ചർ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, പിന്നെന്താ ലിറ്ററേച്ചർ ഉണ്ട്, സാഹിത്യം. അപ്പൊ ഈ 4 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് നമ്മൾ ഇത്ര ഏരിയകൾ നമ്മൾ കുട്ടികളിലേക്ക് കവർ ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതല്ലേ, എല്ലാ കുട്ടികളും ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ കടന്നു പോയതിന്റെ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാവും, അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു 3 ദിവസം കൊണ്ട് ആ കുട്ടികളുടെ കഴിവ് എന്താണ്, അവരെ ഏതിലാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ഈ 3 ദിവസം കൊണ്ട് നമുക്ക് മുഴുവനായിട്ട് നടക്കില്ല. പക്ഷെ ഇതിന്റെ ഒരു ഫോളോ പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും. അപ്പൊ തുടർച്ചയായിട്ടുള്ള ഈ ക്ലാസ്സുകൾ, അതായത് മന്ത്ലി ഒരു ക്ലാസ് ഒരു ദിവസം എന്നുള്ള രീതിയിലും, ഈ ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള 10 ദിവസം അവധികളിൽ ഈ അവധികളിൽ 2 ദിവസത്തെ ക്യാമ്പുകൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ത്രൂ ഔട്ട് ഒരു വർഷം 1-2 വർഷം തുടർച്ചയായിട്ട് ഒരേ കുട്ടികളെ തന്നെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ ഷെഡ്യൂൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന കുട്ടികളെല്ലാവരും വരും. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള സെഷൻസിനെ പറ്റിയിട്ട്, നമ്മൾ എടുക്കുന്ന സെഷൻസിനെ പറ്റിയിട്ട് അതാത് ഫെസിലിറ്റേറ്റ് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ ഈ പുതിയ വേനലവധി കളരി എന്നാണ്? ഇനിയുള്ളത് മെയ് 8, 9, 10 വീണ്ടും അടുത്ത വേനലവധികൾ സ്റ്റാർട്ട് ചെയ്യാണ്. 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ കോൺടാക്ട് ചെയ്ത് വരാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ മുളന്തിരുത്തി തുപ്പമ്പടിയുള്ള ഈ വേനലവധി കളരിയിൽ നമുക്ക് പങ്കെടുക്കാം. ഒരു 3 ദിവസം നല്ല രീതിയിൽ കുട്ടികളുടെ ഉള്ളിലെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ്. അവർക്ക് നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു ചെറിയ ട്രിക്കും കൂടി നമ്മുടെ ഈ കളറിലൂടെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഓരോത്തിനും അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് ആളുകൾ വന്ന് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അതും രസകരമായ രീതിയിലാണെന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകളില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഓരോ ചേട്ടന്മാരും നമ്മുടെ ഒപ്പം കൂടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിൽ ഓരോരുത്തർ നമുക്ക് സ്വാഗതം ചെയ്യാം. അതെ.
ചേച്ചി നമസ്കാരം. അപ്പൊ ഈ ഒരു വേനലവധി കളറിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? വേനലവധി കളരി ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോ വളരെ പണ്ട് മുതലേ ഏതാണ്ട് ഒരു 10-20 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ക്യാമ്പുകൾ ചെയ്യാറുണ്ട്. സ്കൂളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി, ഏതെങ്കിലും മറ്റേ ക്ലബുകളൊക്കെ നടത്തുന്ന വായനശാലകളുടെ ഒക്കെ പരിപാടികളിൽ വേണ്ടിയിട്ട് നമ്മള് അപ്പൊ എന്റെ പെയിന്റിംഗ് സെഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നു ചെയ്യുന്നു. അപ്പൊ ഞാനാണെങ്കിലും എന്താ പറയുക, അക്കാദമിക്കലി പെയിന്റിംഗ് പഠിച്ച ആളല്ല. ഞാൻ അല്ല, ഞാൻ എംഫിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്. അപ്പൊ ഈ പഠിച്ചതും ഈ വരയും നമ്മൾ ബന്ധമില്ലാത്ത പോലെ അതുണ്ട്. അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഇതിന്റെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പ്, ഞാനും സന്തോഷും. അപ്പൊ സന്തോഷിന് തിയേറ്റർ ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അപ്പൊ ഞാനും സന്തോഷമൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കാലത്ത് ഇതൊക്കെ ഭയങ്കര ഒരു റിസ്കി ഏരിയ ആയിട്ടാണ്. കാരണം വരുമാനമാണല്ലോ, ഏത് വീട്ടുകാരും പോലെ ഞങ്ങളുടെ അച്ഛനമ്മമാരും അത് തന്നെയാണ്. ഞങ്ങൾ കംഫർട്ടായിട്ട് സാമ്പത്തികം കിട്ടുന്ന ഒരു ജോലി എന്നുള്ള രീതിയിലേക്ക് എല്ലാവരുടെ ജീവിതത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ വളർന്ന് വലുതായി കഴിഞ്ഞാലും അവന്റെ ലൈഫിൽ എന്താണ് അപ്പൊ ആ രീതിയിലായതുകൊണ്ട് ഇപ്പൊ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഇഷ്ടം അവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാധനം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ മക്കളാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും എങ്ങനെയാണ്, അല്ലെങ്കിൽ മുതിർന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഈ ഒരു വിഷയത്തിൽ. അപ്പൊ നമുക്ക് ഒരുപാട് ചർച്ചകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കുട്ടികളെ യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലാത്ത ജോലികളിൽ പോകുന്നു, അവിടെ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നുള്ള സാധനം നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാന് ബിനാലയിലെ 2018 ബിനാലയിലൊക്കെ അതിന്റെ ABCയുടെ ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അല്ലാതെ അതിന് മുൻപ് ഫോട്ടോ വെച്ചിൽ നടന്ന ബിനാലയില്. പിന്നെ അതുപോലെ ഞാനിതുപോലെ ഫോട്ടോ വെച്ചിട്ട് ഒരു ബിനാലയ്ക്ക് ഞാൻ കാണാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ വരയോടും അല്ലെങ്കിൽ കലയോടും ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കാര്യമാട്ടോ ഈ ബിനാലെ. അല്ലാത്തവരെ കൊണ്ടുപോയി ശരിക്കും പണിയിട്ടു. ഞാൻ എന്റെ കൂട്ടുകാരെ കൂട്ടി കൊണ്ടുപോയിട്ട് അവരാണ് എന്റെ പൊന്നു സുധീഷേ ഇതുമല്ല നമുക്ക് പറ്റിയ പരിപാടിയാണോ ചോദിച്ചവര്. ഈ കലാസ്വാദനം നമ്മൾ പഠിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഇപ്പം നമ്മളൊരു ഇപ്പൊ ഉറുദു ഭാഷയിൽ എഴുതിയ ഒരു കവിത വായിക്കണമെങ്കിൽ ഉറുദു ഭാഷയിലുള്ള ഒരു പാട്ട് നമുക്ക് ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റും അതിന്റെ സംഗീതം കൊണ്ട്. പക്ഷെ കവിത ആസ്വദിക്കാം, അതിന്റെ വരികൾ ആസ്വദിക്കണമെങ്കിൽ ഭാഷ അറിയണല്ലോ. അപ്പൊ അതുപോലെ കലാസ്വാദനത്തിനും ഒരു ഭാഷയുണ്ട്. ആ ഭാഷ നമ്മള് പഠിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതൊരു കലയാണ്. ഇതിനകത്ത് എന്താണ് അർത്ഥം, എന്താണ് ആശയം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ ഇതൊരു കാഴ്ചയാണെന്ന് എടുത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എളുപ്പമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് അങ്ങനത്തെ വളരെ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് തോന്നുന്നു. നമ്മള് വളരെ ഈസി ആയിട്ട് പോയാൽ ചിലപ്പോ അത്ര തന്നെ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആ സമയത്തൊക്കെ അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികളെ ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും പല സ്ഥലത്ത് നിന്നിട്ട് ജോലി ചെയ്തിട്ട് ഇടയ്ക്ക് ഈ അതായത് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ കൂടി നടന്നാലെങ്കിലും ഞങ്ങൾക്ക് സമാധാനം കിട്ടും പറഞ്ഞ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ ആഗ്രഹം ആർട്ടായിരുന്നു, പക്ഷെ അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന രീതിയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്യാപ്പുള്ള, അതായത് നമുക്ക് നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റാതിരുന്ന ഒരു സ്ഥലം നമുക്ക് മനസ്സിലാവുകയും അപ്പൊ ഞങ്ങൾ പിന്നീടാണ് ഞാൻ ഈ സമ്മർ ക്യാമ്പുകളെ വേറൊരു തരത്തിൽ കാണാൻ തുടങ്ങിയത്. എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വേറെ തരത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റും, കുട്ടി നമ്മളായിട്ട് ഇടപെടുന്ന കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് അതൊരു വേറെ തരത്തിൽ അതിനെ നോക്കിക്കാണാൻ പറ്റി. പിന്നെ ഒരു അമ്മ എന്ന നിലയിലും കുട്ടികളുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് കൂടുതലും അതായത് പ്ലേ സ്കൂൾ മുതൽ നമ്മൾ കുട്ടികളെ വിടണ്ട, അതായത് 3 വയസ്സ് മുതൽ കുട്ടികൾ വിട്ടു തുടങ്ങി. അപ്പൊ ശരിക്കും സംഭവിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടല്ലോ, ഒരു കുട്ടിയുടെ സ്വന്തം ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് പോലും ഒരു 3 വയസ്സുള്ള കുട്ടിക്കൊന്നും തീരുമാനിക്കാൻ പറ്റുന്നേ ഇല്ല. അതേസമയം വളരെ പണ്ട് കൊച്ചുകുട്ടികൾ വെറുതെ കളിക്ക് തന്നെയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കളി തന്നെയാണ്. എന്നുവെച്ചാൽ വീട്ടിലൊന്നും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത്തരം കളികളിലൂടെ നേടുന്ന കുറേ അറിവുകൾ ഉണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ ഇപ്പൊ ഇല്ല. അപ്പൊ മൊബൈലൊക്കെ വന്നതോടുകൂടി പല രീതിയിൽ ഒതുങ്ങിക്കൂടി ആളുകൾ ഒതുങ്ങിക്കൂടുന്നുണ്ട്. പിന്നെ ഈ അതായത് ഇപ്പൊ കുട്ടികളുടെ അടുത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കുന്നു എന്ന് പറയും. ഈ ബോറടി അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്.
ജീവിതത്തിൽ. കാരണം നമ്മൾ ബോറടിക്കുമ്പോഴാണ് ആ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മൾ ആലോചിക്കണേ. നമ്മളൊക്കെ കൊച്ചിലെ ചെയ്ത് തന്നെത്താനെ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ, ഇപ്പൊ രാജാവ് രാജ്ഞിയായിട്ട് കളിക്കണോ, അല്ലെങ്കിൽ കള്ളനും പോലീസുമായിട്ട് കളിക്കുന്നു. ചിലപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കള്ളനായിട്ട് ചിലപ്പോ കരിയിലേനൊക്കെ ആയിരിക്കും കള്ളനായിട്ട്. ഞാനൊക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസാണ്, കള്ളനെയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. രാജാവായി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇലയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങളിൽ കൂടി എന്ത് കിട്ടി എന്ന് നമ്മൾ ഇങ്ങനെ റിസൾട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ആ വളർച്ചയെ നമ്മുടെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആലോചനകൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് നശിച്ചു പോയൊരു വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ മനുഷ്യർക്കും അത് ആവശ്യമാണ്. അതായത് ലോകം എന്ന് പറഞ്ഞ ഒരുപാട് ചോയ്സുകളുള്ള സ്ഥലമാണ്. ഈ ചോയ്സിനെ അത് നമ്മളുടെ എന്താ പറയണേ, ഇതിനകത്ത് ഏതെടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. ആ തീരുമാനം വളരെ പ്രധാനമാണ്. അത് ഒരു 20 വയസ്സിലൊരു കുട്ടിയുടെ അടുത്ത്, അതായത് ആ കുട്ടിയുടെ അതുവരെയുള്ള ഭക്ഷണവും വിദ്യാഭ്യാസവും ഡ്രസ് അടക്കം വാങ്ങിച്ചു കൊടുത്ത ഒരു പാരന്റ് 20 വയസ്സിൽ ഇനി നീ നിന്റെ ഇഷ്ടമുള്ള കോഴ്സ് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കാരണം പരിചയമില്ല, അങ്ങനെ അതേസമയം വളരെ കൊച്ചിലെ മുതൽ നമ്മുടെ കാരണവന്മാര് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്, പ്ലാവിലെടുക്കാനുള്ള പ്രായത്തിൽ പ്ലാവിലെടുപ്പിക്കണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് എടുക്കാവുന്ന കുറേ ഡിസിഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ഫ്രീ ടൈം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടിക്ക് ചോയ്സ് കൊടുക്കാം. ഇപ്പൊ പലരും കുട്ടിയുടെ അടുത്ത് ചോയ്സ്, കുട്ടി മൊബൈൽ ചോദിക്കും, അവൻ പറഞ്ഞ അങ്ങനെ വാശി പിടിക്കാതെ ഞാൻ കൊടുക്കുന്നു എന്നാണ് പലരും പാരന്റ്സ് പറയുന്നത്. ഒന്നും കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ നമുക്ക് ചോദിക്കാം, ഇത്ര അധികം സമയം ചെയ്യാൻ പറ്റില്ല, ബാക്കി സമയം മോനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടല്ലോ കുട്ടിയായിട്ട്. അത്തരം സംസാരങ്ങളൊക്കെ കുട്ടികളുടെ ഈ ഒരു പ്രോസസ്സിനെയൊക്കെ നന്നായിട്ട് വളർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങളും കൂടി ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ പെയിന്റിംഗ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ പെയിന്റിംഗ് ക്ലാസ്സിലേക്ക് കുട്ടി വെറുതെ കയ്യും വീശി വന്നാൽ മതി. അതായത് നോട്ട്ബുക്കും വേണ്ട, പേപ്പറൊന്നും വേണ്ട. അപ്പൊ നമ്മള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ മീഡിയവും ഉണ്ടാവും. എല്ലാ മീഡിയവും നിരത്തി വെച്ചിട്ടുണ്ടാവും. വാട്ടർ കളർ ഉണ്ട്, ഓയിൽ പേസ്റ്റിലുണ്ട്, പെൻസിലുണ്ട്, ചാർക്കോളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് കുട്ടിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ ഇഷ്ടമുള്ള പേപ്പറിൽ എടുക്കാം. ചിലര് വെള്ള പേപ്പറിൽ തന്നെ വരച്ചിട്ട്, ചിലര് ഇപ്പൊ ബ്ലാക്കിനകത്ത് ബ്ലാക്ക് പേപ്പറിൽ വരച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഫീലാണെന്നുള്ളത് കുട്ടി വരയ്ക്കുമ്പോ തന്നെയാണ് അത് അവർക്ക് കിട്ടുള്ളൂ. ചെയ്ത് കിട്ടും. അപ്പൊ പിന്നെ അത് വരച്ചു കഴിഞ്ഞാൽ തെറ്റി കഴിഞ്ഞാലും ഇപ്പൊ ചിലപ്പോ മിക്കവാറും ആർട്ട് ക്ലാസ്സിൽ സംഭവിക്കുന്നത് വെള്ളം തട്ടിമറിയാന്നുള്ളത് ഉള്ളതാണ്. അപ്പൊ വെള്ളം തട്ടിമറി ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് തട്ടിമറിയുമല്ലോ, സ്വാഭാവികമാണ് എന്ന രീതിയിൽ. അപ്പൊ ഇവര് ആദ്യം ഇങ്ങനെ ഞെട്ടുന്ന കുട്ടികളുണ്ടായിരുന്നു. അതായത് ഇപ്പൊ അടി ഉറപ്പാണെന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്യാമ്പിനകത്തും നമ്മളുടെ ഈ അപ്രോച്ച് ഉണ്ടല്ലോ, അതായത് വെള്ളം തട്ടിമറിയുക എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു സാധനം വീണ് പൊട്ടിപ്പോവുക എന്നൊക്കെ പറയുന്നത് ശ്രദ്ധ വേണം എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലിന്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ വെള്ളം ഉണ്ട്, അത് നമുക്ക് തട്ടി മറിക്കേണ്ട, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളത് വളരെ നന്നായിട്ട് ചെയ്യുള്ളൂ എന്ന് പറയണം. ഇപ്പം നമ്മള് എറണാകുളത്ത് എന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുട്ടികളുടെ ഒരു ക്യാമ്പ് നടത്തി. അപ്പൊ മൊത്തം ടെറാക്കോട്ടയുടെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ഇത് വളരെ ഇങ്ങനെ പെട്ടെന്ന് താഴെ പോയി കഴിഞ്ഞാൽ വീട് പൊട്ടിപ്പോകുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെ, അവിടെയാണ് ഞങ്ങൾ 3 ദിവസം ക്യാമ്പ് ചെയ്തതും പിള്ളേർ കളിച്ചതും ഒക്കെ. ഒരു സാധനം പോലും പൊട്ടിയില്ല, നഷ്ടം വന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പാരന്റ്സ് പൊതുവിൽ ഇങ്ങനെ ഭയം കൊണ്ടേ പൊട്ടിയാലുണ്ടാവുന്ന നമുക്ക് ഈ അനന്തര ഫലങ്ങളെ കുറിച്ച് ഭയങ്കര ബോധേടാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ വല്ലാണ്ട് ഭയപ്പെടുത്തും, പിള്ളേരെയും ഭയപ്പെടുത്തും. അപ്പൊ കുട്ടികൾക്ക് അതെങ്ങനെ നന്നായി അല്ലെങ്കിൽ നമ്മളെങ്ങനെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും കുട്ടിക്ക് ഒരിക്കലും പഠിക്കാണ്ട് വരും. അങ്ങനെ നല്ലൊരു പോയിന്റ് ആട്ടോ. സത്യം പറഞ്ഞ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ചേച്ചിയുടെ പേരാദ്യം പറഞ്ഞില്ല കേട്ടോ, ചേച്ചി സീമ. അപ്പൊ നല്ലൊരു പോയിന്റ്, കാരണം ഇപ്പോഴത്തെ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. രക്ഷിതാക്കൾ പറഞ്ഞാൽ ഞാനടക്കം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്. എന്തായാലും തീർച്ചയായും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കളരിയോട് അല്ലെ ഉദ്ദേശിക്കുന്നത് തന്നെ. ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ ക്യാമ്പ് കാണാൻ വരുന്ന പാരന്റ്സിന് ചിലപ്പം നമ്മുടെ ക്യാമ്പ് കാണുമ്പം ഇതെന്തൊരു അലങ്കോലമാണെന്ന് ചിലപ്പോ തോന്നും. കാരണം നമ്മളിങ്ങനെ ഈ അച്ചടക്കത്തിലിരിക്കുന്ന കുട്ടികൾ ഇവിടെ കാണില്ല. അപ്പൊ നമ്മളുടെ സെഷൻ നടത്തുമ്പോ തന്നെ എനിക്ക് ബോറടിക്കുന്നു എന്ന് ഒരു കുട്ടിക്ക് പറയാനുള്ള സർവ്വവിധ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് പലപ്പോഴും
മിണ്ടാതിരിക്കണേ. ഇപ്പൊ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് സ്കൂളുകളിലെ മറ്റേ സ്കൂൾ എന്തെങ്കിലും പരിപാടികൾ നടക്കുമല്ലോ, ആ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മള് ഉദ്ഘാടന പ്രസംഗം, അപ്പൊ ഉദ്ഘാടന പ്രസംഗം നല്ല കാര്യമായിരിക്കും അവര് പറയണേ, പക്ഷെ ഒരിക്കലും ഒരു 4 വയസ്സുകാരനോ 5 വയസ്സുകാരനോ ദഹിക്കാത്ത സാധനമാണ്. പക്ഷെ അവര് വെറുതെ കുട്ടികൾ കഷ്ടപ്പെട്ട് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഭയങ്കര കഷ്ടമാണ്. പക്ഷെ അതൊരു വലിയ, ഞാൻ വിചാരിക്കണം നമ്മൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കാം. കാരണം കുട്ടികളെ അഡ്രസ് ചെയ്യാനുള്ള ആളുകളെ അപ്പൊ വിളിച്ചാൽ മതി എന്നൊരു സാധനം ഉണ്ട്. പക്ഷെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ അതൊന്നും അത്ര പെട്ടെന്ന് എളുപ്പമല്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ, അപ്പൊ നമ്മൾ വിചാരിച്ചത് ഈവൻ നമ്മുടെ ക്യാമ്പിലെങ്കിലും കുട്ടികളെ ശിശു കേന്ദ്രീകൃത, ചൈൽഡ് സെന്റേർഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഓറിയന്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികൾക്ക് എന്ത് വേണമെന്നുള്ളത് കുട്ടിക്ക് തന്നെ തീരുമാനിക്കപ്പെടാവുന്ന സ്ഥലങ്ങളും കൂടെ നമ്മുടെ ക്യാമ്പിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത്. 3 ദിവസം കൊണ്ട് കുട്ടികളുടെ കഴിവ് അത്യാവശ്യം നമുക്ക് എന്തായാലും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും എത്താൻ പറ്റുന്ന ഞങ്ങളും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു കണ്ടിന്യൂ, ഇപ്പൊ എനിക്ക് എന്റെ ഡ്രോയിങ് ക്ലാസ്സിലുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പാരന്റിന് പറയുമ്പോൾ വരുന്നത് ഇവിടെ പലരും കളിക്കാൻ തന്നെ വരും. അവരെല്ലാരും വരയ്ക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ശനി ഞായറുമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ആ പർട്ടിക്കുലർ 2 മണിക്കൂർ അവര് ചിലപ്പോ വരയ്ക്കാൻ ഓക്കെ ആയിരിക്കൂല. അവർക്ക് ഇത്രയും ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവർക്ക് കളിക്കാൻ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഒരിക്കലും വരച്ചിട്ടില്ല. അവിടെ വരും, കളിക്കും, പോകും. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് അവരുടെ പാരന്റിനോട് പറഞ്ഞു ഇതാണ് അവസ്ഥ. അപ്പൊ പക്ഷെ അവര് പറഞ്ഞു സാരമില്ല, അവൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അവൻ ഇവിടെ കളിച്ചോട്ടെ, അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഫീസ് വാങ്ങിക്കുമ്പോ എനിക്കൊരു ടെൻഷനുണ്ട്. പക്ഷെ ഏറ്റവും രസം തോന്നിയത് ഇത്തവണ നമ്മുടെ ചേട്ടനെടുത്ത കഥ പറയൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ലതായിട്ട് കഥ എഴുതുകയും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ എഴുതിയത് ആ കുട്ടിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു അവന്റെ ഏരിയ അതൊരു തിരിച്ചറിവാണ്. അങ്ങനെ നമുക്ക് ചില സ്പാർക്കായിട്ട് കിട്ടും. ഇപ്പോ വന്ന 30 പേരെയും ഞങ്ങള് ഈ 5 ഫെസിലിറ്റേറ്റേഴ്സും ഉണ്ട്, 5 വോളണ്ടിയേഴ്സും ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവരെ കൃത്യമായിട്ട് അറിയാം. അവരെങ്ങനെയാണ്, ഈവൻ അവരുടെ ചെറിയ സ്വഭാവങ്ങൾ അടക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രീ സ്പേസ് ആണ്. അപ്പൊ അവരെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമ്മളുടെ അടുത്ത് വന്ന് അവരുടെ കുഞ്ഞു കാര്യങ്ങളും കുഞ്ഞു സങ്കടങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമുക്ക് അവരെ അറിയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അവര് തന്നെ തിരിച്ചറിയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് തന്നെ കിട്ടും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവര് ആഹ്ലാദിച്ച സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ അവര് തന്നെ തിരിച്ച് ഈ സങ്കടം വന്ന സ്ഥലമുണ്ട്. ഇപ്പൊ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അത് പറ്റാണ്ട് വരുമ്പോ ഉണ്ടാവുന്ന ഒരു നിരാശയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് നമ്മള് അവരുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മള് ക്യാമ്പിനകത്ത് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഫെസിലിറ്റേറ്റേഴ്സ്, ഇപ്പൊ ഫാക്കൽറ്റി നിന്ന് ക്ലാസ് എടുക്കുമ്പോ ഇപ്പൊ ഒരു കഥ എഴുതണം, അല്ലെങ്കിൽ എഴുതണം എന്ന് പറയുമ്പോഴേ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ വിഷമിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കൃത്യം നമ്മുടെ വളണ്ടിയേഴ്സ് അവരുടെ കൂടെ ഉണ്ട്. അല്ല ശരിയാ, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ ഉള്ളില് അത് ഉണ്ടോ ഇല്ല നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുമല്ല അവര് വിഷമിക്കുന്ന സ്ഥലവും ഞാൻ ഉണ്ട് എന്നുള്ള സ്ഥലത്ത് ഒരുപക്ഷെ നമ്മൾ കൂടെ വേണമെന്നില്ല. കാരണം അവര് ഹാപ്പിയാണ്. അപ്പൊ നമ്മള് ഒരുപക്ഷെ കൂടെ വേണമെന്നില്ല. പക്ഷെ അവര് സങ്കടപ്പെടുന്ന സ്ഥലമുണ്ട്, അവര് നിരാശപ്പെടുന്ന സ്ഥലമുണ്ട്, എനിക്ക് പേടിക്കുന്ന സ്ഥലമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൂടെ നിൽക്കാൻ പറ്റുന്ന അതാണ് നമ്മുടെ വോളണ്ടിയേഴ്സ്. അല്ലാതെ ശരിക്കും സാധാരണ ക്യാമ്പുകളിൽ വോളണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ ഭക്ഷണം വിളമ്പുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ വോളണ്ടിയേഴ്സ് അതേ അല്ല. കുട്ടികളുടെ ആ ഒരു ചേട്ടൻ ചേച്ചി ഇതുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്യാമ്പില് ഏറ്റവും ചെറിയ വയസ്സ് 6 വയസ്സായിരുന്നു. 6 വയസ്സായ കുഞ്ഞായിരുന്നു. അവൾ ആദ്യമായിട്ട് അമ്മേനെയൊക്കെ പിരിഞ്ഞ് ഇവിടെ നമ്മുടെ വീട്ടിൽ താമസിച്ചു. കാരണം നമ്മുടെ സുഹൃത്തിന്റെ അവരുടെ വീട് ചേർത്തലയാണ്. അത് നമ്മളറിയാവുന്നതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വന്നപ്പോ അവര് രണ്ടുപേരും ഇവിടെ താമസിച്ച് 6 വയസ്സുകാരിയും അവളുടെ ചേച്ചി 8 വയസ്സുകാരിയും കൂടി ഇവിടെ താമസിച്ചിട്ടാണ് പോയത്. അപ്പോ ഈ ക്യാമ്പില് പക്ഷെ 4 വയസ്സാണ് ഏറ്റവും ഇളയാള്. കഴിഞ്ഞു. അതിലിപ്പോ എത്ര പേരുണ്ട്? അതിനിപ്പോ അത് കൃത്യം നമ്മുടെ കോർഡിനേറ്റർ പറയും. രണ്ടാമത്തെ ക്യാമ്പിലേക്കുള്ള കുട്ടികളും ഇവിടെ തയ്യാറാക്കി. നമ്മൾ ആദ്യം ക്യാമ്പ് പറഞ്ഞപ്പോ തന്നെ കുറെ പേര് വന്നത് നമുക്ക് ഈ പറഞ്ഞില്ലേ ഇതൊരു ചെറിയ സ്പേസ് ആണ്, ഇതിനകത്തുള്ള എല്ലാ ലിമിറ്റേഷൻസ് എല്ലാ പരിമിതികളോടും അപ്പോഴാ 30 പേരിൽ എക്സീഡ് ചെയ്താൽ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പം അന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 16 പേരോ
ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് സെക്കൻഡ് ക്യാമ്പ്. 16 പേര് നമ്മൾ എക്സ്ട്രാ ഉള്ളവരെ നമ്മൾ ആ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയില്ലേ? ഇല്ല അത് അവരെ മെയിലേക്ക് മാറ്റി. പിന്നെ ഈ ഇങ്ങനെ സംശയം പറഞ്ഞ ഞങ്ങൾ ക്യാമ്പ് വേണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഞങ്ങള് അമ്മ വീട്ടിലാണ്, അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ, അങ്ങനെ പറഞ്ഞ ആഗ്രഹം പറഞ്ഞവരെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ക്യാമ്പ് ആലോചിച്ചത്. പിന്നെ ആ രീതിയിലുള്ള സംഗതികളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു നല്ല ഈ മനോഭാവമായിട്ട്, അതായത് ഇപ്പൊ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ്, നല്ലൊരു പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലായിടത്തും ഉണ്ട്, നല്ല നാടകക്കാരനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കുട്ടികളോട് ഇങ്ങനെ നിൽക്കുന്നവര് എത്ര പേരെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു പിടിവാശിയുണ്ട് എന്ന് തോന്നുന്നു. കാരണം കുട്ടികളുടെ അടുത്ത് ഇടപെടുന്ന രീതിക്കാണ് പ്രധാനം. ഇപ്പം ഒരു കുട്ടി വരയ്ക്കുമ്പോ അല്ലെങ്കിൽ തെറ്റുമ്പോ അല്ലെങ്കിൽ നന്നാവുമ്പോ നമ്മൾ ഇടപെടുന്ന രീതി കൂടിയാണ് കുട്ടിയെ ഒരു മെസ്സേജ് കിട്ടുന്നത്. അപ്പൊ കൊച്ചുകുട്ടികളോട് ഇടപെടുന്ന മുതിർന്നവർ എന്ന് പറയുന്നത് അവരുടെ വലിയ ലോകത്തേക്കുള്ള കണക്ഷൻ പോയിന്റുകളാണ് നമ്മള്. അപ്പൊ അവിടെ നല്ല ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. അതിന്റെ ആ ഒരു എന്താ പറയണേ, ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. ആ സ്ഥലം മനസ്സിലാക്കുന്ന ഒരു നല്ല ടീം ഒപ്പം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ആ ടീമുണ്ട്. അപ്പൊ എന്തായാലും 8-9 ദിവസങ്ങളിൽ ക്യാമ്പിലുള്ള കുട്ടികളുടെ രജിസ്ട്രേഷൻ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് വേണ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ താഴെക്കാരന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ക്യാമ്പ് മാത്രമല്ല കേട്ടോ, നമുക്ക് വരും ദിവസങ്ങളിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരാം അല്ലെ? അത് മാത്രമല്ല മാസങ്ങളിൽ ഇവിടെ എല്ലാ ദിവസവും ഏതൊക്കെ ദിവസങ്ങളാണ് ട്രെയിനിങ് കൊടുക്കുന്ന പിള്ളേർക്ക്? അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഷെഡ്യൂൾ ആവുന്നതേ ഉള്ളൂ. കാരണം സ്കൂള് തുടങ്ങി കഴിഞ്ഞാൽ അത് വേറെ ഷെഡ്യൂൾ അതുണ്ട്. പക്ഷെ എന്തായിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സസിന് ഇവിടെ ഓൾറെഡി പലരും താല്പര്യം പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അപ്പൊ അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടാണ് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ? അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുളന്തുരുത്തി തുപ്പമ്പടി ജംഗ്ഷനിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ മതിൽ നല്ലൊരു ആർട്ട് വർക്ക് ഉണ്ട്. അത് മാത്രമല്ല കയറി വരുമ്പോൾ കുറെ ആർട്ട് വർക്കുകൾ ഉണ്ട്. പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാള് മതില്, ഒരു സ്കൂളിന്റെ മതില് വെയിലത്തിരുന്ന് നല്ല വൈറ്റ് വാഷ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വെച്ച് എന്തപ്പത് സ്ഥിതി ഞാൻ ആലോചിച്ചു. നോക്കുമ്പോ ഒരു ചേച്ചി കേട്ടോ, ആ ഡ്രസ്സൊക്കെ കാണണം. ശരിക്ക് എന്താ പറയാ, പെയിന്റിങ് ചെയ്യാൻ അറിയാലോ, ഞാൻ പറഞ്ഞ ആവശ്യമില്ല. ഒരു വീട് പെയിന്റ് ചെയ്യാൻ ഒരു ആ ഒരു സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടി കൊണ്ട് ബ്രേക്ക് ആയിട്ട് ചോദിച്ചു, എന്താ ചേച്ചി ഇവിടെ വെച്ച്? അതെ, സ്കൂളിന്റെ ഒരു വർക്ക് ഉണ്ട്. അപ്പൊ ഈ വെയിലത്ത് മതിലെന്ന് വരയ്ക്കുക. എന്തായിരുന്നു അന്നത്തെ അവിടുത്തെ അവസ്ഥ? ഞാൻ നമ്മുടെ മക്കള് രണ്ടുപേരും ഹോം സ്കൂളിംഗ് ആയിരുന്നു. പിന്നെ അവര് പക്ഷെ ഇളയാളെ രണ്ടാമത് നമ്മള് അതായത് 10ാം ക്ലാസ്സിനകത്ത് ഇത്തവണയല്ല കഴിഞ്ഞ വർഷം മുതൽ ഗവൺമെന്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട് അറ്റൻഡൻസ്. +2 ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് കമ്പൽസറി ആക്കി. കാരണം ഇളയാളെ സ്കൂളിലാക്കി. 8ാം ക്ലാസ്സിൽ നമ്മുടെ പുളിക്കമാലി സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ മോളെ സ്കൂളിലാക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ PTA പ്രസിഡന്റ് ആയിപ്പോയി. പക്ഷെ ആ പുളിക്കമാലി സ്കൂളിലെ അംഗനവാടിയിലെ ഒരു ക്ലാസ് റൂം ഉണ്ട്, വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ചേച്ചി അതിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു കാണേണ്ട സംഭവമാണ്. കാരണം ഞാൻ അവിടെ ഈ ചേച്ചിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ വീടുകളിലും പോയി വർക്ക് ചെയ്യില്ലേ? വാളാർട്ട് നമ്മുടെ ഒരു വരുമാന മാർഗമാണ് അതല്ലേ സ്കൂളിൽ. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു അത് ഒരു വേറൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ ചെയ്തപ്പോ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവര് കുറച്ചുപേര് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് കുറെ പെയിന്റ് ഒക്കെ അവര് തരും. അവര് തന്നെ വന്ന് കുറെ ഏരിയ വരച്ചു കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഞാൻ ഫിനിഷ് ചെയ്തതാണ് സുധീഷ് കണ്ടത്. പക്ഷെ എന്തായാലും ഈ ഒരു കലാകാരി എന്ന് പറയുന്നത് വളരെ സെറ്റപ്പാണ്, ഒരു രക്ഷയിലാണ്. കാരണം കിടിക്കാച്ചി വരകളാണ്. അത് ഞാൻ പറയുമ്പോ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ ചേച്ചിനെ പൊക്കി പറയാണത്. അതൊന്നല്ല കേട്ടോ, നിങ്ങൾ ശരിക്കും വരണം, ഇവിടെ വന്നിട്ട് ഇവരുടെ ക്ലാസ് കാണണം. ഇപ്പൊ ഈ 3 ദിവസത്തെ ക്യാമ്പിന് വരാൻ പറ്റാത്തവരെ തീർച്ചയായും ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവർ ചെയ്യുന്ന വർക്കുകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ. ഈ വീടിന്റെ പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്. എന്നാലും വീട്ടുപേരെന്താണ്? പഞ്ചവർണ്ണം. അപ്പൊ ഈ പഞ്ചവർണ്ണം പറഞ്ഞ ഒരു പേര് തന്നെ ഇവർക്കുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ പഞ്ചവർണ്ണം? ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫേസ്ബുക്കിലുണ്ട് അല്ലേ? ഫേസ്ബുക്കിലുണ്ട്. പഞ്ചവർണ്ണം ആർട്ട് ഹബ് കൊണ്ട് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. വേറെ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്? വീടുകളിലല്ലാണ്ട് സാധാരണ കൊമേഴ്ഷ്യൽ എല്ലാ ഏരിയകളിലും അതല്ലേ? ഇപ്പം റെസ്റ്റോറന്റുകളൊക്കെ ഉള്ള വലിയ വാളാർട്ടുകളുണ്ട്. അതല്ലാതെയുള്ള മറ്റേ
അല്ലാതെ ഇനിയിപ്പോ ഒരു ടീം വന്നിട്ട് ഇന്ന ടൈപ്പ് വര വേണം പറഞ്ഞാൽ ആ ഒരു ടൈപ്പും വരച്ചു കൊടുക്കും അല്ലെ? എന്തോ എടുക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞപ്പോ സീമ ചേച്ചി വളരെ സംഭവമാണ്, ഒരു രക്ഷയില്ല. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുള്ളതേ, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോ നമുക്കറിയാവുന്ന നമുക്ക് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് പോലത്തെ അല്ലാത്തത് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഞാനത് വിട്ടുകളയാതെ തന്നെ വേറെ അത് ചെയ്യുന്ന സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഞങ്ങള് നേരെ ഏറ്റവും ലോങ് പോയി ചെയ്ത വർക്ക് ഏതാ ഇപ്പൊ ഇവിടുന്ന് ഏറ്റവും ലോങ് പോയത്? ഇല്ല, വലിയ പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. തിരുവനന്തപുരം, പാലക്കാട് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ എന്തായാലും ഈ പാലക്കാടായാലും തിരുവനന്തപുരം ആയാലും നമ്മൾ പോയി ചെയ്യാന്ന് പറയുന്നത് പോയിട്ടുണ്ട്. അല്ലേ? സീമ ചേച്ചിയുടെ കേസ് ഞാൻ ഇപ്പൊ ഒരിക്കലും പറഞ്ഞു, നല്ല അടിപൊളി വർക്കുകളാണ്. നമ്മുടെ വീടുകളിലായിക്കോട്ടെ, ഇപ്പൊ ചേച്ചി പറഞ്ഞാൽ ഓഫീസുകളിലേക്ക് ആയിക്കോട്ടെ, നല്ല അടിപൊളി വർക്കുകളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഈ താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെ? അപ്പൊ എന്തായാലും ഈ ഒരു വേനലവധി കളരി കൊണ്ട് ഈ സീമ ചേച്ചിയും നമ്മുടെ സന്തോഷമായിട്ടും അങ്ങനെ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇനിയും ഉണ്ട് അല്ലെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വേറെ ആർട്ടിസ്റ്റുമായി നമുക്ക് ഇനി വീണ്ടും പരിചയപ്പെടാം. അപ്പൊ ചേട്ടാ നമസ്കാരം ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ വേനലവധി കളരിയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആണ്, മ്യൂസിക് പ്രൊഡ്യൂസർ ആണ്. അതെ. അപ്പോ ഈ കളരിയില് കുട്ടികളെ ഇൻട്രൊഡക്ഷൻ ടു മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് ഞാൻ സെഷനിലൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോ മ്യൂസിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കുട്ടികളിൽ എങ്ങനെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഏറ്റവും ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് കിട്ടാന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ആർക്കും ഇപ്പൊ മ്യൂസിക്കായിട്ട് പാടാനോ പാട്ട് പാടാനോ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഇത് സിമ്പിൾ പരിപാടിയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മുടിയാണ്. 3 ദിവസം നമ്മൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഈ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? 3 ദിവസവും ഇത് തന്നെയാണ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അവസാനം അതിന്റെ റിസൾട്ട് എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ അത് പ്രദർശിപ്പിക്കാനും പറ്റുന്ന രീതിയിൽ. അതല്ലേ? എവിടെ ചേട്ടൻ വീട് എവിടെയാണ്? എന്റെ വീട് മുളന്തുരുത്തിയിൽ പെരുമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. പെരുമ്പള്ളി. ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ എത്ര വർഷമായി? ഞാൻ സ്കൂൾ കാലം തൊട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചിട്ടൊരു 2 വർഷമായി. അത് ഓഡിയോഗ്രഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അത് നമ്മളിവിടെ തന്നെയാണ് പഠിച്ചത്. അത് ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത് ഓഡിയോഗ്രഫി. അതിനുശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോ മുളന്തുരുത്തി തന്നെ ആല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൊഡക്ഷൻ, ഒരു വലിയൊരു നാടക പ്രൊഡക്ഷൻ ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫുള്ള് ചേട്ടൻ തന്നെയാണ്. നാടകത്തിന്റെ പാട്ടുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പുറത്തുള്ള ചില പരസ്യങ്ങളും ചില ഷോർട്ട് ഫിലിമും അങ്ങനെ വർക്ക് ചെയ്തു. അങ്ങനെ ചെറിയ വീടുകളായിട്ടില്ലേ? അങ്ങനെ ഒരു തിരക്കുള്ള കലാകാരനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വേനലവധി കളരിയോടുകൂടി നമ്മുടെ നാട്ടിലെ കുരുന്നു മനസ്സുകളിലേക്ക് ഈ ഒരു കലാകാരനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു കലാകാരനെ നമുക്ക് പരിചയപ്പെടാം അല്ലേ? അപ്പൊ ചേട്ടാ നമസ്കാരം. അപ്പൊ ഈ വേനലവധി കളരിയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്റെ പേര് സതീഷ് നമ്മു. ഞാൻ എഴുത്തുകാരനാണ്. ഞാനിപ്പോ ഈ വേനലവധി കളരിയിലെ സാഹിത്യ വിഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ മോഡ്യൂൾ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. അപ്പൊ ഈ കുട്ടികളുടെ ബുദ്ധി നമ്മൾ സാധാരണ അളക്കുക എന്ന് പറയുന്നത് കണക്കിലും സയൻസിലും ഉള്ള മാർക്ക് വെച്ചിട്ടാണ് ഒരു കുട്ടി ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. കണക്കിലൊന്നും എഴുതാൻ പറ്റാത്ത പോയിന്ന് പറയാം. അതിന്റെ കണക്കേ തെറ്റാ പറയും. ഇത് അങ്ങനെയല്ല. മൊത്തം മനുഷ്യരുടെ ബുദ്ധി പറ്റി പഠിച്ചതിന് ശേഷം ഉണ്ടായ ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അതിൽ 8 തരം ബുദ്ധി വൈഭവങ്ങൾ ഒരു മനുഷ്യനിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതില് ഏത് തരം ബുദ്ധിയിലാണ് ഒരു കുട്ടി കൂടുതലായിട്ട് ശോഭിക്കുക എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പിന്റെ ലക്ഷ്യം. അതെ. അത് നമുക്ക് ഈ 3 ദിവസം കൊണ്ട് കുട്ടികളുടെ ഈ കലാവിരുതുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് ചില കുട്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലത് ഇത് ചെയ്തു വരുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കുക. അപ്പൊ ആ ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മൾ പറയുന്നത് അവരെങ്ങനെ കേൾക്കുന്നു, അതെങ്ങനെ സ്വീകരിക്കുന്നു, അവരതെങ്ങനെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ ക്യാമ്പിലേക്ക് ശ്രദ്ധിക്കണം. ഈ ക്യാമ്പിന്റെ ഇത് ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുടെ കഴിവ് എത്രമാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യില്ലേ. ഒരു കുട്ടിയും ബുദ്ധിഹീനരല്ല. അതായത് എല്ലാ കുട്ടികളും ജീനിയസ് ആണെന്നുള്ളതാണ്
നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ അവരുടെ കഴിവുകൾ ഓരോ മേഖലകളിലാണ്. അപ്പൊ ഈ മഴത്തുള്ളിയിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോഴത്തേക്കും 7 വർണ്ണമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ഈ ക്യാമ്പിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മഴത്തുള്ളി പോലെയാണ്. അപ്പൊ ഈ ഇതിലൂടെ ഒരു കുട്ടി ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അവന്റെ നിറം ഏതാ, അല്ലെങ്കിൽ അവന്റെ ശോഭിക്കുന്ന നിറം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവര് പിന്നെ ആ കഴിവ് വെച്ച് നമുക്ക് ആ കുട്ടികളെ വീണ്ടും വികസിപ്പിച്ചെടുക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഠനകളരി കൊണ്ട് വളരെ വലിയൊരു കാര്യം തന്നെ. ഇപ്പൊ ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് പോലും അറിയുണ്ടാവില്ല നമ്മുടെ മക്കള് ഇന്നൊരു മേഖല, അല്ലെങ്കിൽ ചിത്രം വരയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പെയിന്റിങ്ങിലായിക്കോട്ടെ, അല്ലെങ്കിൽ പാടാൻ കഴിവുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ അറിയുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു കളരി കൊണ്ട് ആ ഒരു സംഭവം വരെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല കുട്ടികൾ. ആ കുട്ടികളുടെ കഴിവ് വേർതിരിച്ച് അവർക്ക് വേണ്ട ഒരു പ്രോത്സാഹനം തന്നെയാണല്ലോ ഇവിടുന്ന് കൊടുക്കുന്നത്. ഇപ്പൊ ബുദ്ധി ഇല്ല അല്ലെങ്കിൽ മണ്ടനാണെന്ന് എഴുതി തള്ളിയിരിക്കുന്ന കുട്ടികള് വേറൊരു മേഖലയിൽ ഇപ്പൊ ചിത്രം വരയ്ക്കുന്നതിൽ അതിസമർത്ഥനാണെന്ന് കണ്ടുപിടിച്ച് അവന്റെ ആത്മവിശ്വാസം വളരെ കൂടും. അതല്ലേ? അപ്പൊ ആ ആത്മവിശ്വാസം കൂടുന്നതനുസരിച്ച് അവൻ പഠന മേഖലയിൽ തന്നെ നന്നാവാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കളരി കൊണ്ട് അത്രയും വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പഠന കളരി എല്ലാരും യൂസ് ചെയ്യുക. ഇനി വെറും ദിവസങ്ങളുള്ളൂ. എത്രാം തീയതി തുടങ്ങുന്നത്? രണ്ടാമത് മെയ് 8, 9, 10. 8, 9, 10. അപ്പൊ ഈ 3 ദിവസങ്ങളാണ് കേട്ടോ. വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമ്മുടെ മുളന്തുരുത്തി തുപ്പമ്പടിയിലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വെക്കേഷനിൽ നമുക്ക് നമ്മുടെ മക്കളൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഒരു കളരി കൊണ്ട് നമ്മുടെ മക്കളുടെ കഴിവ് നമുക്ക് എന്തായാലും തിരിച്ചെടുക്കാന്നുള്ള ഒരു വിശ്വാസം തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? തീർച്ചയായും. അപ്പൊ എന്തായാലും അങ്ങനെ ആവട്ടെ. സന്തോഷം. അപ്പൊ എന്താ നമ്മുടെ ഈ വേനലവധി കളരി കൊണ്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ഓരോരുത്തർ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് സുനദി എന്നാണ്. ഞാന് പഞ്ചവർണ്ണ ആർട്ട് ഹബിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ്. അതല്ലേ? ഇപ്പൊ ഇതിൽ ഏത് സെക്ഷനിലാണ് നമ്മള് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണേ? ഞാന് ഇവിടുത്തെ ഇപ്പൊ ഈ ക്യാമ്പ് തുടങ്ങിയിട്ടാണ്. ഇപ്പൊ സീമി ചേച്ചിനെയും സന്തോഷേട്ടനെയും ഞാന് ഇപ്പൊ 5 വർഷത്തോളായിട്ട് അറിയാം. അപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് അല്ലാതെ കുട്ടികൾക്ക് അവരുടെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള ആർട്ടിനെ പുറത്തേക്ക് കൊണ്ടുവരിക, അതിലുള്ള താല്പര്യം അവർക്ക് കണ്ടെത്താൻ സഹായിക്കുക, അത് അവരുടെ ലൈഫിനെ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പൊ അതാണ് അവരുടെ ഒരു പ്രോസസ്സായിട്ട് എനിക്ക് വളരെ സന്തോഷം. നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം കുട്ടികളുടെ ഉള്ളിലെ ഒരു കഴിവിനെ കണ്ടെത്തി അവർ ആ മേഖലയിൽ കഴിവ് ലയിപ്പിക്കാൻ വേണ്ടി അല്ലേ? അതെ അതെ. ഇപ്പൊ നമ്മള് മിക്കപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ആൾക്കാർ ഇപ്പൊ പേരന്റ്സ് കുട്ടികളെ ആർട്ടിന് വിടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പാട്ട് പഠിക്കുക, എന്നിട്ട് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുക, എന്നിട്ട് അതിന് സമ്മാനം കിട്ടുക, അങ്ങനെയുള്ള ഒരു മോഡിൽ. അല്ലെങ്കിൽ ഇപ്പൊ ആർട്ടാണ് മറ്റേ ചിത്രരചനയാണെങ്കിലും എല്ലാം അത് ഒരു കോമ്പറ്റീഷൻ മോഡിൽ അല്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അതല്ലാണ്ട് പല രക്ഷിതാക്കളും ഇപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലാണ്. കാരണം എന്റെ മോള് പാട്ട് പഠിക്കട്ടെ, അവളൊരു പാട്ട് മത്സരത്തിൽ പങ്കെടുക്കട്ടെ, അവാർഡുകൾ വാങ്ങട്ടെ. അതെ, എക്സ്ട്രാ കരിക്കുലർ ഇപ്പൊ പഠന എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് വിഷയങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചില്ലെങ്കിൽ അതൊരു കുറവാണ്. അപ്പൊ അതും കൂടി പഠിച്ച് കൂടുതൽ കഴിവുള്ള ഒരാളാണ് എന്റെ കുട്ടി. പഠനം മാത്രമല്ല, പഠനത്തിൽ അപ്പുറമുള്ള ഒരു മികവുണ്ട് എന്നുള്ള ഒരു അതിലും ഒരു കോമ്പറ്റീഷൻ. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ കൊണ്ട് ആണ് കൂടുതൽ കലകളെ പഠിക്കാൻ പോകുന്നത്. അത് പേരൻസിന്റെ ആവശ്യമായിട്ട് മാറും എന്ന സമയത്തുനിന്ന്. അതല്ലാതെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഇപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികള് പഠിക്കുമ്പോൾ ചിലപ്പോ അതിൽ മാത്രമായിരിക്കില്ല അവരുടെ കോൺസെൻട്രേഷൻ. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ചിത്രരചനയ്ക്ക് വേണ്ടിട്ട് വന്ന കുട്ടിയായിരിക്കും, പക്ഷെ ആ കുട്ടി ചെയ്യുന്ന കാര്യം ചിലപ്പോ വേറെ ആയിരിക്കും, വേറെ മേഖല. അപ്പൊ നമ്മൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ആ കുട്ടി ഏതിലാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണേ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് പാരന്റിനോട് പറയും. കുട്ടിക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പൊ അതായിരിക്കും കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത് പാരന്റ്സുമായിട്ടും കുട്ടിയായിട്ടും ഒരേപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്യാമ്പിൽ പറഞ്ഞല്ലോ 5 വിഷയമാണ് നമ്മളിപ്പോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു തിയറി ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും നമ്മൾ എടുക്കുന്നു. അപ്പൊ എല്ലാ വിഷയം എടുക്കുമ്പോഴായിരിക്കും അതിൽ ഏതാണ് ഓരോ കുട്ടിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ പേരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുട്ടിയുടെ മൂഡ് എങ്ങനെയാണ്, ശരിക്കും കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഏതാണ്, എല്ലാത്തിൽ കൂടിയും കുട്ടി കടന്നു പോകുന്നുണ്ട്. അതിൽ ഏതാണ് കുട്ടി കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും അറിയണ്ടാവില്ല. അതെ, കുട്ടി ഇപ്പൊ ചിലപ്പോ പേരന്റ്സ് നമ്മളത് അവരോട് ഫോം ഫില്ല് ചെയ്യുമ്പോ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ ആഗ്രഹം, കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതുപോലെ തന്നെ പേരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് കുട്ടി ചിലപ്പോ ഇത് രണ്ടും തമ്മിൽ തന്നെ അതിപ്പോ പേരന്റ്സ് ആണല്ലോ കൂടുതൽ ഫില്ല് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുന്നതൊക്കെ. അപ്പോ അവര് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോ
ഈ മോന്റെ ഭാഗത്ത് ചെയ്തു വരുന്നത് അതേ ആയിരിക്കില്ല ചിലപ്പോ. അപ്പൊ നമ്മള് അത് പിന്നെ ആയിരിക്കും അത് മനസ്സിലാക്കുക. അപ്പൊ അവര് ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ ഒരു ക്യാമ്പില് വന്ന ഒരു പേരന്റ്, അപ്പൊ അതിന് മുമ്പ് കുട്ടി മ്യൂസിക് പഠിച്ചിട്ടുള്ള കുട്ടിയാ. മ്യൂസിക് അല്ല, ഒരു കുട്ടി മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ഒരു കുട്ടി മ്യൂസിക് വീട്ടിൽ യാതൊരു താല്പര്യവും കാണിക്കാറില്ല. വീട്ടിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആളുടെ വിചാരം കുട്ടിക്ക് മ്യൂസിക്കിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നാ. മൂത്ത ആൾക്ക് താല്പര്യമുണ്ട്, ഇളയ ആൾക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് അവൻ ഏറ്റവും കൂടുതൽ ചെയ്ത് മ്യൂസിക്കാ. എന്നുവെച്ചാൽ വീട്ടിലെ ആംബിയൻസ് ആണ് ആൾക്ക് ഇഷ്ടമില്ലാത്ത. എന്നുവെച്ചാൽ വീട്ടില് ആ മൂത്ത കുട്ടി മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ചിലപ്പോ അവര് തമ്മിലൊരു കോമ്പറ്റീഷൻ സാധനം ഉണ്ടാവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല ചിലപ്പോ പറയുമ്പോ എന്റെ മൂത്താള് സംഗീതം പഠിച്ചല്ലോ, എന്നാ രണ്ടാമത്തെ ആൾ ഡാൻസ് പഠിക്കട്ടെ. അല്ല, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ എന്നിട്ട് ആള് ഇവിടെ വന്നപ്പോഴാണ് ഇവൻ ഇത് ഗിറ്റാർ വായിക്കുന്നു എന്നുള്ളത് എനിക്ക് ആ പുതിയൊരു അറിവാ. എന്നാ പിന്നെ അവന് ഗിറ്റാർ വായിച്ചു കൊടുക്കല്ലേ എന്ന് ആള് നമ്മളോട് പറയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു കളരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ. കല എന്നുള്ളത് നമ്മളുടെ ജീവിതം കൂടുതൽ ആസ്വദിക്കാനും നമ്മളുടെ ലൈഫിനെ കുറച്ചും കൂടി എന്താ പറയാ എൻജോയ് കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഭക്ഷണം, പാർപ്പിടം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഒരു ഫിസിക്കലി ആയിട്ടുള്ള നമുക്ക് നിലനിന്ന് പോകാനുള്ള നീഡാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ മെന്റലി നമുക്ക് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അതിനുള്ളൊരു എന്താ പറയാ അതിന് പറ്റുന്ന തരത്തിൽ അവരെ സ്വായത്തമാക്കുക എന്നുള്ളതും കൂടിയാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ക്യാമ്പുകള്. അതിൽ കൂടെ കുട്ടികൾക്ക് അത് മനസ്സിലാവുക, അതിൽ അവർ കൂടുതൽ എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ എനർജി ഉപയോഗിക്കാനുള്ള മേഖലയിലായിരിക്കില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് അത് പൊട്ടിക്കാൻ പറ്റാത്തത്. അതിന് പറ്റുന്ന ഒരു ആക്ടിവിറ്റി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിൽ തന്നെ അവർ കാം ഡൗൺ ആയി വരുമായിരിക്കും. അങ്ങനത്തെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പൊ കുട്ടികൾ മാത്രമല്ല, അതാണ് അതിന്റെ രസം. ഇപ്പൊ നമുക്കിവിടെ ഇപ്പൊ നിലവില് സിമി ചേച്ചി നടത്തുന്ന ആർട്ട് ക്ലാസ്സില് ഒരു 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷെ എൻക്വയറീസ് നമുക്ക് മുതിർന്നവരിൽ നിന്ന് പല ഇതിൽ നിന്ന് വരുന്നുണ്ട്. അത് നമ്മൾ ആലോചിക്കുന്നത് മുതിർന്ന ആൾക്കാര് ശരിക്കും കുട്ടികൾക്ക് വേണ്ട അതേപോലെ തന്നെ മുതിർന്നവർക്കും ഈ പറയുന്ന മാനസിക സന്തോഷവും എൻജോയ്മെന്റ് ഇതൊക്കെ വേണം. എല്ലാവരും ഭയങ്കര വർക്ക് സ്ട്രെസ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടങ്ങള് ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 60 വയസ്സിന് മേലെയുള്ള ആൾക്കാർ, അവർക്കും ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ ജോലി അതുവരെ കഷ്ടപ്പാട് ജീവിതം മുഴുവൻ ഓടി തളർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കലും കിടന്നുറങ്ങലും TV കാണലും അങ്ങനെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ നോക്കലും കുറച്ച് കാര്യങ്ങൾ അതെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ വേറൊരു ചില ആളുകൾ ഇതുപോലെ തന്നെയാണ്. കഴിവുണ്ടായിട്ടും അവർക്ക് അവതരിപ്പിക്കുന്ന ഒരു വേദികൾ, ഒരു പ്ലാറ്റ്ഫോം വരയ്ക്കാൻ കഴിവുള്ളവനും അവനൊരു പ്ലാറ്റ്ഫോം ഇല്ല, പാടാൻ കഴിവുള്ളവനും അവനൊരു പ്ലാറ്റ്ഫോം ഇല്ല. പക്ഷെ ഈ ഒരു മേഖലയിൽ വരുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും കൈവച്ചുകൊണ്ട് അവരവരുടെ കഴിവുകൾ സത്യം പറഞ്ഞാൽ പ്രകടിപ്പിക്കുന്ന ഓരോ വേദികളാണ്. അതെ. അപ്പൊ നമ്മള് ഇപ്പൊ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരിലും പിന്നെ സീനിയർ സിറ്റിസൺസിനും ഒരേപോലെ നമ്മളുടെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ഇവിടെ ചെയ്യണം. അവർക്ക് എല്ലാവർക്കും വന്നിട്ട് ഇവരിപ്പോ ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയത്തിന്റെയും ചിത്രകലയും ശില്പകലയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലേ മോഡലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശില്പകലയിൽ വരും. അതുപോലെ ചിത്രകലയിൽ ചിത്രരചനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരും, ക്രാഫ്റ്റും എല്ലാം വരും. പിന്നെ ഇത് അഭിനയം, നാടകം, അതുമായി ബോഡി എല്ലാ ഫിസിക്കലിയും ഇതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. അപ്പൊ ഇതെല്ലാം എല്ലാ ഏജ് ഗ്രൂപ്പിനും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് എല്ലാവർക്കും വേണമല്ലോ ഈ പറയുന്ന എൻജോയ്മെന്റ്. അപ്പൊ ആ ഇതിലേക്കാണ് ഇനിയിപ്പോ അതെ. ജൂൺ മുതൽ നമ്മൾ അങ്ങനെയാണ് ക്ലാസ് തുടങ്ങണേ. അപ്പൊ അത് തന്നെ അതിന്റെ ഷെഡ്യൂൾ ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ പേരന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് ക്ലാസ് ചിലപ്പോ ജോലിക്ക് ശേഷമുള്ള സമയമായിരിക്കും, വൈകുന്നേരങ്ങളിലായിരിക്കും ചിലപ്പോ എളുപ്പമുള്ളത് മുതിർന്ന ആൾക്കാർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ആയിരിക്കും അവർക്ക് താല്പര്യം. അപ്പൊ അത് നമ്മൾ ഈ എൻക്വയറി വരുന്നതിനനുസരിച്ച് ഇപ്പൊ നിലവിലുള്ള എൻക്വയറീസ് ഉണ്ട്, അതല്ലാതെ കൂടുതൽ എൻക്വയറി വരുന്നവരുടെ സമയം എങ്ങനെയായിരിക്കും അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ. അപ്പൊ അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഈ 3 എണ്ണത്തിന്റെയും ബാച്ച് നമ്മൾ തുടങ്ങും. ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ തുടങ്ങണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ 8, 9, 10 ദിവസങ്ങളിൽ ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ടല്ലോ, ആ ക്യാമ്പിലേക്കുള്ള കുട്ടികളുടെ പങ്കാളിത്തം എങ്ങനെ? ഓക്കെ,
ഇപ്പൊ നമുക്ക് 20 കുട്ടികളാണ് ഇപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റുമോ പറ്റില്ല എന്ന് തീരുമാനമായിട്ടില്ലാത്ത കുറച്ച് പേര്. നമ്മൾ 30 പേരെയാണ്, അപ്പൊ 10 പേരെയും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്ന കുട്ടികളും കുറച്ച് പേര് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ നമ്മള് ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, നമ്മള് ഇപ്പോ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികള്, അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാനുള്ള ഒരു താല്പര്യമൊക്കെ ഉള്ള കുട്ടികളാണ്. പക്ഷെ അവരുടെ പേരൻസിന് അവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള പൈസ അവരുണ്ടാവുന്നില്ല. പക്ഷെ കുട്ടിക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ആ സമയം കഴിഞ്ഞല്ലോ, അച്ഛനമ്മമാരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് കൊണ്ട് കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര വിഷം പിടിച്ച കാര്യം. അവരതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചത് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ പരമാവധി നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്നും സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ ഓരോ കുട്ടികളെ സ്പോൺസർ ചെയ്തിട്ട് 5 കുട്ടികളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പോൺസർ ചെയ്തു. 5 കുട്ടികൾക്ക് നമ്മള് ഇപ്പൊ ഇവിടെ നമ്മള് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം, അങ്ങനെയുള്ള മറ്റേ എന്താ പറയാ, ഇവിടെ എല്ലാം ക്യാമ്പിന് വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ മെറ്റീരിയൽസ്, അങ്ങനെ കുട്ടി വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാം ഇവിടെ തന്നെയാണ്, ഓക്കെയാണ്. അപ്പൊ അതിനുള്ള പൈസ നമുക്ക് സ്പോൺസർഷിപ്പ് പിടിക്കുകയാണ് അന്ന് ചെയ്തത്. അത് പക്ഷെ അതിന് തന്നെയും ഈ 5 പേരെ സ്പോൺസർഷിപ്പ് ചെയ്ത കുട്ടികളുടെ ആൾക്കാര് മിക്കരും ഈ നമ്മുടെ ക്യാമ്പിന് വന്ന കുട്ടികളുടെ പേരൻസ് തന്നെ ഇവർക്ക് വേണ്ടി കൂടിയും സ്പോൺസർ ചെയ്തു. കുറച്ച് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് ഓൾറെഡി ഒരു ഫീസ് അടച്ചിട്ടുണ്ട്. പക്ഷെ പറ്റാത്ത കുട്ടികൾക്കും കൂടി ഇവരുടെ കൂടെ കൂട്ടുകൂടാനുള്ള ഒരു അവസരമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് ഈ കുട്ടികളെ കൂടി സ്പോൺസർ ചെയ്യലുണ്ടായി. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്, കൂടുതൽ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് താല്പര്യമുണ്ട്. അതിനിപ്പോ എല്ലാ ആൾക്കാരിൽ നിന്നും അങ്ങനെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. ഈ ഒരു സംഭവം നല്ല, നമ്മൾ ഏതൊരു സംഭവമാണെങ്കിലും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അതിന് വേണ്ടത് ഏറ്റവും വലിയ ബഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിന്റെ കേസ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ പല ഏരിയകളിലും ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ നമുക്ക് വിഷമം തന്നെയാണ്. ആ കൊച്ചിന്റെ കഴിവ് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവർക്കതൊരു വേദിയിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചെടുക്കാൻ ഈ ഒരു ക്യാമ്പിൽ വരാൻ പറ്റാതെ ആകുമ്പോൾ അതിനുവേണ്ടി ഒരു സ്പോൺസേഴ്സ് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു കളരിനെ മാറ്റിമറിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ്, അതിൽ യാതൊന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു ടീം വർക്കിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം ഈ ഒരു കളരി പറഞ്ഞാൽ ഒന്നും പറയല്ല, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇപ്പൊ വേനലവധി സമയത്ത് വീട്ടിൽ കടന്ന് ഇങ്ങനെ കുത്തി മറിയുമ്പോൾ അവർക്കൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 8, 9, 10 ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഒരു കളരി, അതായത് നമ്മുടെ ഈ വേനലവധി കളരി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വേനലവധി കളരിയിലെ വേറെ സെക്ഷൻ പഠിപ്പിക്കുന്ന ഒരു മാഡം കൂടിയാണ് നമ്മുടെ കൂടെ കൂടുന്നത്. സംഭവം ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഈ ഒരു 3 ദിവസം ഇവിടെ ഗംഭീര പരിപാടികളാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത്. കുട്ടികളുടെ കഴിവുകൾ പല രീതികളിലാണ്. അപ്പോൾ ഈ ഒരു മാഡം കൂടുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മാഡം എന്തൊക്കെയാണ് നമ്മുടെ കളരിയിൽ? ഞാന് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലേ മോഡലിംഗ് ആണ്. ഇപ്പോ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണല്ലേ? അപ്പൊ എങ്ങനെ അവരുടെ കഴിവുകൾ വെച്ചിട്ടാണോ അതോ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണോ? ഇല്ല, നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. നമ്മള് അതിന്റെ കുറച്ച് ടെക്നിക്സ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോവുക ചെയ്യുന്നത്. ഇപ്പൊ ക്ലേ മോഡലിംഗ് 2 പീസ് വെച്ച് ജോയിൻ ചെയ്യുന്ന രീതികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതെ അതെ, അതിന്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ 3 ദിവസം കൊണ്ട് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, അവര് ചെയ്യുന്നുണ്ടല്ലേ? ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ എത്ര വർഷമായി? ഞാനിപ്പോ 8 വർഷമായിട്ട്. 8 വർഷമല്ലേ? ഈ പഠിക്കുന്ന കാലത്തൊക്കെ ഇതുപോലെയുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാന് പഠിക്കുന്ന കാലത്ത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞാന് പഠിച്ചതും ഇങ്ങനെ ഒരു വിഷയം തന്നെയാണ്. അതല്ലേ? ഞാൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അതല്ലേ? അപ്പൊ ഈ ഒരു മേഖലയിൽ സത്യം പറഞ്ഞാൽ പഠിക്കുകയും അതിന്റെ കഴിവ് നമ്മുടെ ഈ കളരിയിൽ വരുന്ന കുഞ്ഞു മനസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാട്ടപ്പോ നമ്മുടെ കൂടെ ഉള്ളത്. അതിലൊന്നും പറയല്ല. കാരണം ഏറ്റവും വലിയ റിസ്ക് പിടിച്ച പരിപാടികളാണ്. എന്നിട്ട് കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നതല്ല, സത്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും ഈ ഒരു മണ്ണ് ഇങ്ങനെ കുഴച്ച് അല്ലേ? അതൊരു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് ഒന്നാമത് അത് ഒരു കളി പോലെയാണ് അവരതിനെ കാണുന്നത്.
അവരുടെ പ്രായം അതാണല്ലോ. അതെ അതെ. അപ്പൊ അവര് അത് അങ്ങനെ തന്നെ ഉള്ളൊരു രീതിയിലാണ്, അവരൊരു കളിയിലൂടെ അത് പഠിച്ചെടുക്കുന്ന ഒരു രീതിയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരു 3 ദിവസം നല്ലൊരു രീതിയിൽ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്യുന്നു അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പൊ വേനലവധി കളരിയുടെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുളന്തുരുത്തി തുപ്പമ്പടിയിലാണ്. തുപ്പമ്പടിക്ക് അടുത്ത് വന്നാൽ തന്നെ നമുക്കിത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കളരിയിൽ ചെറിയ കുട്ടികളെന്നോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോ ഒന്നുമില്ല. അവരുള്ള കഴിവുകൾ എത്രമാത്രം വലുതാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു 3 ദിവസത്തെ കളരി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കഴിവ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നല്ല വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വേനലവധി കളരിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങളെവരുടെ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നേനും ഇവിടെ വാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തെനൂർ.